ഒരു ഗ്യാപ്പിൽ നിന്നൊരു സിറ്റുവേഷനിൽ ഇനിയിപ്പോൾ എന്ത് എന്നൊരു ചോദ്യചിഹ്നം എൻ്റെ ഉള്ളിലേക്ക് വരികയുണ്ടായിരുന്നു. ഒരു ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റ് അക്കാഡമി ആയിട്ടാണ് എനിക്ക് ഇവിടെ വന്ന് ജോയിൻ ചെയ്തപ്പം തോന്നിയത്. നമ്മൾ സ്റ്റേജ് ഫിയർ കുറക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രൊജക്റ്റ് ആണെങ്കിലും ആ ചെയ്യുന്ന പ്രൊജക്റ്റ് മൊത്തം ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് പ്രൊജക്ട്സ് ആയിരുന്നു. പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ അവർ കുറേ പ്രോഗ്രാംസ് അറേഞ്ച് എൻ്റർടൈനിങ് പ്രോഗ്രാംസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരുന്നത്. ഫ്രണ്ട്സായിട്ടല്ല, ഫാമിലി ആയിട്ടാണ് ഇപ്പോൾ നിലവിലെല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഡിഗ്രി കഴിഞ്ഞ ഒരു 1 ഇയർ ഗ്യാപ്പ് വന്നപ്പോഴാണ് ഇനി എന്തെന്നൊരു ക്വസ്റ്റ്യൻ മാർക്കിൽ നിന്നപ്പോഴാണ് സിയോൺ ഞാൻ ഇതേപോലെ അറിയുന്നത്. ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പം ഒരു ബെസ്റ്റ് ഡിജിറ്റൽ മാർക്കറ്റ് അക്കാഡമി ആയിട്ടാണ് എനിക്ക് ഇവിടെ വന്ന് ജോയിൻ ചെയ്തപ്പം തോന്നിയത്. ഒരു ഗ്യാപ്പിൽ നിന്നൊരു സിറ്റുവേഷനിൽ ഇനിയിപ്പോൾ എന്ത് എന്നൊരു ചോദ്യചിഹ്നം എൻ്റെ ഉള്ളിലേക്ക് വരികയുണ്ടായിരുന്നു. സ്നേഹ പറഞ്ഞ പോലെ അപ്പോഴാണ് ഗൂഗിൾ സെർച്ച് വഴിയാണ് ഞാനും ഡിജിറ്റൽ മാർക്കറ്റിംഗ് പഠിക്കാം എന്നുള്ള രീതിയിലും നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂട്ട് തിരഞ്ഞെടുക്കാം എന്നുള്ള രീതിക്ക് സിയോൺ അക്കാഡമി ചൂസ് ചെയ്യുന്നത്. അതെന്തായാലും ഇപ്പോൾ ബെറ്ററായിരുന്നു തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ക്ലാസ്സസ് ആണെന്നുണ്ടെങ്കിലും ടീച്ചേഴ്സ് ആണെന്നുണ്ടെങ്കിലും ബാക്കിയെല്ലാം തന്നെ നോക്കിയാലും എന്തുകൊണ്ടും ബെസ്റ്റ് ഒരു ഓപ്ഷനായിട്ടാണ് സിയോൺ അക്കാഡമി. ഞാൻ സിയോണിലേക്ക് വരാൻ കാരണം എന്ന് വെച്ചാൽ എനിക്ക് ഡിഗ്രി കഴിഞ്ഞ് എനിക്കൊരു 1 ഇയർ ഗ്യാപ്പ് വന്നു. ആ 1 ഇയർ ഗ്യാപ്പ് കഴിഞ്ഞപ്പോൾ എനിക്ക് 5 മന്ത് അടുത്ത് വേറൊരു ഗ്യാപ്പ് ഒന്ന് ഫില്ല് ചെയ്യണമായിരുന്നു. ഞാൻ വേറൊരു കോഴ്സ് ചെയ്തായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ സിയോൺ അക്കാഡമിയെ കുറിച്ച് അറിഞ്ഞ് അവിടെ ഒന്ന് സംസാരിക്കുകയൊക്കെ ചെയ്ത് ഡെമോ ക്ലാസ്സൊക്കെ എടുത്തപ്പോൾ എനിക്ക് ഓക്കെ ആയിട്ട് തോന്നി. അങ്ങനെ ജോയിൻ ചെയ്തതാണ്. നമ്മൾ 2-3 പ്രൊജക്ട്സ് ചെയ്തു. അത് ചെയ്തുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ എല്ലാവർക്കും സ്റ്റേജ് ഫിയർ കുറേ പേർക്ക് കുറഞ്ഞിട്ടുണ്ട്. എനിക്ക് തോന്നിയതാണ് സ്റ്റേജ് ഫിയർ മിക്കവർക്കും കുറഞ്ഞിട്ടുണ്ട്, കുറേ വ്യത്യാസം വന്നിട്ടുണ്ട്. അവർ നമ്മൾ സ്റ്റേജ് ഫിയർ കുറക്കാൻ വേണ്ടി ചെയ്യുന്ന പ്രൊജക്റ്റ് ആണെങ്കിലും ആ ചെയ്യുന്ന പ്രൊജക്റ്റ് മൊത്തം ഡിജിറ്റൽ മാർക്കറ്റിംഗ് റിലേറ്റഡ് പ്രൊജക്ട്സ് ആയിരുന്നു. അതുകൊണ്ട് തന്നെ അതിനകത്ത് നമുക്ക് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട്. പ്രോഗ്രാംസ് ഒക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ അവർ കുറേ പ്രോഗ്രാംസ് അറേഞ്ച് എൻ്റർടൈനിങ് പ്രോഗ്രാംസ് ആയിട്ടാണ് അറേഞ്ച് ചെയ്തിരുന്നത്. അത് ചെയ്തുകൊണ്ട് തന്നെ ഞങ്ങൾ ക്ലാസ്സിലുള്ള പിള്ളേർ തമ്മിൽ ഭയങ്കര കണക്ഷനായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും. ഫ്രണ്ട്സായിട്ടല്ല, ഫാമിലി ആയിട്ടാണ് ഇപ്പോൾ നിലവിലെല്ലാവരും പൊയ്ക്കൊണ്ടിരിക്കുന്നത്. 2 മാസം നല്ല രീതിയിൽ എൻജോയ് ചെയ്തു. ക്ലാസ്സസ് എല്ലാം തന്നെ കവർ ചെയ്യുന്നുണ്ട്. ഞങ്ങളിപ്പം ഗ്രാജുവേറ്റഡായി, 3 പേരും ഗ്രാജുവേറ്റഡായി. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് ഉടനെ ഇൻറ്റേൺഷിപ്പ് തുടങ്ങും. സിയോൺ നമ്മുടെ എല്ലാ കാര്യത്തിനും നല്ലപോലെയാണ് സപ്പോർട്ട് ചെയ്യുന്നത്. ഈ ഇൻറ്റേൺഷിപ്പ് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നത് അവരുടെ കമ്പനി ലൈവ് പ്രൊജക്ട്സ് എന്നാണ് നമ്മളെ കൊണ്ട് ചെയ്തിരിക്കുന്നത്. അപ്പം തന്നെ എൻ്റെ ഫ്രണ്ട്സ് ആണെന്നുണ്ടെങ്കിലും ആർക്കാണെങ്കിലും സെയിം സിറ്റുവേഷൻ വരുവാണെന്നുണ്ടെങ്കിൽ സജഷൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ട് തന്നെയാണ്